തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുൻ DGP ആർ ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൊടുങ്ങാനൂരിൽ മത്സരിക്കാൻ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട പട്ടികയിൽ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്, ഒപ്പം VV രാജേഷും മത്സരിക്കുന്നുണ്ട്. ആരാകും മേയർ സ്ഥാനാർത്ഥി? ലക്ഷ്മി, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 67 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ വൈകുന്നേരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില എടുത്തു പറയേണ്ട സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് മുൻ DGP കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് നിന്നും മത്സരിക്കുന്നു. ഒപ്പം തന്നെ മുൻപെല്ലാം തന്നെ മേയർ സ്ഥാനാർത്ഥി നിന്നിട്ടുള്ള VV രാജേഷ് കൊടുങ്ങാനൂരിൽ നിന്നും മത്സരിക്കുന്നു. ഒപ്പം തന്നെ തമ്പാനൂരിൽ നിന്നും തമ്പാനൂർ ഹരിതീഷ് മുൻ കോൺഗ്രസ് അംഗം കൂടിയാണ്. അങ്ങനെ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJP ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ആർ ശ്രീലേഖ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആർ ശ്രീലേഖ അടക്കമുള്ള അല്ലെങ്കിൽ VV രാജേഷ് അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം തന്നെ അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കവടിയാർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 67 സ്ഥാനാർത്ഥികളുടെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചോദ്യം മാറുന്നുണ്ട്. മാത്രമല്ല മറ്റേതെങ്കിലും ഘടകകക്ഷികൾക്ക് ആ സീറ്റ് മാറ്റി വെക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ 67 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ആദ്യഘട്ട പട്ടികയിൽ ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.